അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 6ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട മസായിൽ ഫിഖ്ഹിന്റെയും വർക്ക് ബുക്കിന്റെയും ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ലനാ അൽ-ഈമാന വൽ-ഇസ്ലാം വമാ യഹ്താജൂന ഇലൈഹി മിനൽ അഹ്കാം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈരിൽ അനാം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അഅലാ. അമ്മാ ബഅദ്. എന്താണ് ഒന്നാമത്തെ ചാപ്റ്റർ? ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൻ. പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ റഹ്മത്താണ് അർത്ഥം വരുന്ന പാടാണ്. പാടത്തൂടെ പറയുന്നത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പണ്ഡിതന്മാര്, മുജ്തഹിദുകളായ പണ്ഡിതന്മാര് മതവിധി കണ്ടെത്തുന്ന ഇജ്തിഹാദ് എന്ന് പറയുക, ഗവേഷണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇജ്തിഹാദ് ചെയ്യാനുള്ള, ഗവേഷണം ചെയ്യാനുള്ള യോഗ്യതകൾ? ഇസ്ലാമിക പ്രമാണങ്ങൾ, പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ഇന്ന് കാണുന്ന ആളുകൾക്ക് ഇജ്തിഹാദിന് യോഗ്യതയുണ്ടോ? ഗവേഷണം ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ? ആർക്കാണ് ഗവേഷണം ചെയ്ത് മതവിധി കണ്ടെത്താനുള്ള യോഗ്യത എന്നൊക്കെയാണ് പഴത്ത് പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വലിയ ആൾക്ക് ഉപയോഗപ്പെടുത്താം. നോക്കൂ, വായിക്കാം. ആദ്യമായി ഒരു സ്വഹാബിയുടെ ചരിത്രം കൊണ്ടാണ് തുടങ്ങുന്നത്. അലാ ലാ യുസല്ലിയൻ അഹദൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ബനൂ ഖുറൈളയിൽ എത്തിയിട്ടില്ലാതെ ആരും അസ്ർ നിസ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി. ചരിത്രത്തിൽ പറയുന്നത് സ്വഹാബികളൊക്കെ മുജ്തഹിദുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം പറഞ്ഞാൽ സ്വഹാബികൾ അതിൽ നിന്ന് ഗവേഷണം ചെയ്ത് അവർ അതിന്റെ വിധി കണ്ടെത്തുന്നതാണ്. ഒരു ഉദാഹരണമാണ് പറയുന്നത്. സ്വഹാബികൾ യാത്ര തുടങ്ങി. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി. ബനൂ ഖുറൈളയെത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല ചിലർ പറഞ്ഞു. ചിലർ നിസ്കരിച്ചു. ഖളാഅക്ക് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. വേഗത്തിൽ ബനൂ ഖുറൈള എത്തിച്ചേരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം പറഞ്ഞത്. ഇതായിരുന്നു നിസ്കരിച്ചവർ ന്യായം. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം പറഞ്ഞു. ഇരുവിഭാഗത്തിന്റെ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് ഇരുവിഭാഗം സ്വഹാബികളും മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത്. നോക്കൂ, മതപരമായ കാര്യങ്ങളിൽ സ്വഹാബികൾ ഗവേഷണം നടത്തുന്നവരും വിധികൾ കണ്ടെത്തുന്നവരുമായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്ന ഇജ്തിഹാദ് എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആന്, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവതരിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. ഈ 4 പ്രമാണങ്ങളിലും അറബി ഭാഷാ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ മുജ്തഹിദുകൾ അനുകരിക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല കിതാബ് അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു, തിരുച്ചരി അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇജ്തിഹാദ് നടത്തി വിധി പറയും, ഞാൻ വീഴ്ച വരുത്തുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ വഫഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യർളാ റസൂലുള്ളാഹ്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ റസൂലുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിന് സ്തുതി. മുജ്തഹിദികൾ താഴെ പറയുന്ന യോഗ്യതയുള്ളവായിരിക്കണം. 1. ഖുർആനിലും തഫ്സീർ നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 2. ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 3. ഖിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ്. 4. ഭാഷയിലും ഭാഷാ വിജ്ഞാനങ്ങളിലും നൈപുണ്യം. 5. സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ്. 6. ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. സ്വഹാബത്തിലും താബികളിലും തബഅ താബികളിലും ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. 4 ഖലീഫമാര് അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ സ്വഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളായിരുന്നു. പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവുമ്പോൾ അവർ ഇജ്തിഹാദ് നടത്തി ഫത്വകൾ നൽകി. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. ഗവേഷണം എന്ന് പറഞ്ഞാൽ റിസർച്ച്. ദഫ്തർ താലിബ് നോക്കി തിരിവാത്തുകൾ ചെയ്യുക. 1ാമത്തെ ആക്ടിവിറ്റി നുജീബ്, ഉത്തരദാനം. ചോദ്യം 1. എന്താണ് ഇജ്തിഹാദ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മതവിധികൾ കണ്ടെത്തുന്നതിന്. 2ാമത്തെ ചോദ്യം, എന്താണ് തിരുസുന്നത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ്. ചോദ്യം 3. ഇജ്മാ എന്നാൽ എന്ത്? ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ്. 4ാമത്തെ ചോദ്യം, ഖിയാസ് എന്നാൽ എന്ത്? ഖുർആനിലെ സുന്നത്തിലെ വ്യക്തമായി വിധി പറയാത്തൊരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ്. 5ാമത്തെ ചോദ്യം, ആരാണ് മുജ്തഹിദ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വിധി കണ്ടെത്തുന്നവർക്ക്. 6ാമത്തെ ചോദ്യം, സ്വഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളിൽ 4 ആളെ പേരെഴുത. 1. അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. 2. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. 3. അബ്ദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. 4. അബ്ദുല്ലാ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. 7ാമത്തെ ചോദ്യം, എന്താണ് മദ്ഹബ്? മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നക്തുബ് ഫിഖ്റ, റൈറ്റ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് എഴുതാം. 1. മുജ്തഹിദുകളുടെ യോഗ്യതകൾ, അതിനെക്കുറിച്ച് എഴുതാനാണ്. 1. ഖുർആനിലും തഫ്സീർ നിദാന ശാസ്ത്രത്തിലും ആഴത്തിൽ അറിവ്. 2ാമത്തത് ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. 3ാമത്തത് ഖിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആഴത്തിൽ അറിവ്. 4ാമത്തത് ഭാഷയിലും ഭാഷാ വിജ്ഞാനങ്ങളിലും നൈപുണ്യം. 5. സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിൽ അറിവ്. 6. ഹദീസ് നിവേദക ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. 2ാമത്തത് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ യമൻ യാത്ര, അതിനെ കുറിച്ചാണ് എഴുതേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹുവിന് യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു തൃപ്തികരമായി മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു നെഞ്ചിൽ തട്ടിപ്പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ വഫഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യർള റസൂലുള്ളാഹ്. തേർഡ് ആക്ടിവിറ്റി നുബയ്യിന് സന്ദർഭേദാനാണ്. അൽഹംദുലില്ലാഹി അല്ലദീ വഫഖ റസൂലുള്ളാഹി ലിമാ യർള റസൂലുള്ളാഹ് എന്താ ആരപ്പ പറഞ്ഞു എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് യാത്ര അയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു നെഞ്ചിൽ തട്ടി പറഞ്ഞതാണ് ഇത്. ഈ ഫോർത്ത് ആക്ടിവിറ്റി നശ്റഹുൽ മഅന, റൈറ്റ് ദിസ് മീനിങ് ആണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അതിന്റെ മീനിങ് ഇതാ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. 5ാമത്തെ തഖ്സീസ്. 1. ഇജ്തിഹാദ് വിഷയത്തെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കാം. 2ാമത്തത്
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം വായിച്ച് ക്ലാസ് ധരിപ്പിക്കുക. നിങ്ങൾ സ്വയം കണ്ടെത്തുക. അല്ലാഹു തആല യഥാർത്ഥ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.